അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും പാമ്പാണെന്ന്. വിളി ഇറങ്ങുമ്പോൾ സാധനം കാണും. ഒരിക്കൽ കണ്ടെടുത്തല്ലേ വിളിച്ചു. ഞാൻ വിളിക്കണോ? കുറച്ച് വീഡിയോ യൂട്യൂബിലിടാൻ വേണ്ടിട്ട്. കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറവാണ്. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര റെയറാണ്. വിരിഞ്ഞ് ഇറങ്ങാതെ ഇതേ ഉള്ളൂ. ഏത് ഇവിടുത്തെ പട്ടിയാണോ? പട്ടിക്കൊന്നും പറ്റിയില്ല. ആ പിടിച്ചിട്ട് പോയി. ഓ അതിനന്ന് ഒരെണ്ണം കടിച്ചു വന്നെന്ന് പറഞ്ഞു. അല്ല അപ്പൊ രണ്ടെണ്ണം കടിച്ചതിനും കൂടി എടുത്തല്ലേ അത്? അല്ലല്ല, ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അല്ല, വലിയൊരു തടി ആൺ മൂർഖനായിരുന്നു പിടിച്ചത്. ദേശത്ത് നിൽക്കാന്ന് കൂടുതൽ ചെയ്തില്ല. മറ്റേ ഇവിടെ ഓലയുടെ അടിയിരുന്നു. പട്ടിയല്ലേ ഫുൾ ടൈം അതിനെ കവർ ചെയ്ത് വെച്ചിരുന്നു. അവർക്ക് പേടിയൊന്നുമില്ല. വേറൊന്നുണ്ട് ഇപ്പൊ, അതിന്റെ ഇരട്ടി സൈസുണ്ട് പട്ടി. പക്ഷെ പേടിത്തൂടിയാണ്. അവനെ കണ്ട ഓടി എന്തോ. അല്ല അതുള്ളത് കൊണ്ട് ഇപ്പൊ പ്രൊട്ടക്റ്റിങ് ആയല്ല. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സേവിങ് ഉണ്ടല്ലോ. മിണ്ടാതിരിക്കും. മൂർഖനാണെങ്കിൽ അതിന്റെ സൗണ്ട് കംപ്ലീറ്റ്ലി മാറും. മറ്റേ ഊളനെ പോലെ അപ്പൊ തന്നെ അറിയാം അത് പാമ്പാണ്. പ്രത്യേക വിളി ഓരിയിടുന്നതുമല്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും പാമ്പാണെന്ന്. വിളി ഇറങ്ങുമ്പോ സാധനം കാണും. ഒരിക്കൽ കണ്ടെടുത്തല്ലേ വിളിച്ചു. ഓർമ്മ വേണ്ട, പേട്ടയിൽ ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടിയില്ല. പേട്ടയിലുള്ളവരാണ്. മറ്റേ ഒരു കണ്ണ് കുഴപ്പമുള്ള അനിൽ. അത് മറ്റേ പ്രഭാത് സജി വെളുപ്പാണ്. വെളുപ്പ്. ഓ അല്ലല്ല, അത് പറയും. അപ്പൊ നമ്മളെ പറ്റി പറയണെന്ന് പറഞ്ഞാൽ അത് വേറെ പണിയാണ്. ഞാൻ പറഞ്ഞു പുള്ളിക്കാരനെ വിളിച്ചു, കിട്ടിയില്ല എന്ന് പറയാം. അപ്പൊ തന്നെ പുള്ളിക്കാരൻ അത് അവിടെ കുടിക്കൊണ്ട് കിടക്കണായിരിക്കും. എന്നിട്ട് ഇവിടെ ഒന്നും വലിയ കണ്ട്രാക്ട് കിട്ടും. അവസാനം സാധനം കിട്ടിയില്ല. അതൊന്നും ചെയ്യാനും വയ്യ. അല്ല വേറെ കാര്യം അറിയാമോ? 1000 രൂപ വാങ്ങി. അല്ല ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് പറയാണ്, അന്ന് സജീവ് എന്ന് എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. എനിക്ക് വിഷയമില്ല, കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അവന്റെയൊക്കെ ലൈസൻസ് ഒക്കെ പോയി. ഭയങ്കര ഉടക്കായിരുന്നു. ദേഷ്യപ്പെട്ട് 1000 രൂപ വേണം.